അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനിൽ ഫസ്റ്റ് മെത്തേഡാണ് പൾസ് കോഡ് മോഡുലേഷൻ. രണ്ടാമത്തെ ഒരു മെത്തേഡും കൂടെയുണ്ട്, അത് കുറച്ചുകൂടി സിമ്പിൾ മെത്തേഡാണ്. അത് ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറയും. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ചേഞ്ച് എന്നാണ് അല്ലേ. നമ്മൾ മാത്സിലൊക്കെ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷനൊക്കെ പഠിക്കുന്നുണ്ടാവും അല്ലേ. നിങ്ങൾ പഠിച്ചല്ലേ ഡിഫറൻസിയേഷൻ, ഡെൽറ്റ സ്മോൾ ചേഞ്ച് എന്ന് പറയത്തില്ലേ. അങ്ങനെ ഡെൽറ്റ അപ്പോൾ സ്മോൾ ചേഞ്ചസ് ഇൻ സിഗ്നലാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ലെവൽ ഇങ്ങനെ അസൈൻ ചെയ്യും, ഒരു പർട്ടിക്കുലർ വാല്യൂ അസൈൻ ചെയ്യും. അതായത് നമ്മുടെ ആക്ച്വൽ അനലോഗ് സിഗ്നൽ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ സാമ്പിൾ ചെയ്യാൻ എത്ര ഇൻ്റർവെല്ലാണോ ഉദ്ദേശിക്കുന്നത് അത്ര ഇൻ്റർവെല്ലിൽ വെച്ച് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഇതിനെ സ്മോൾ ചേഞ്ച് ഇൻ വാല്യൂ, അതായത് ഡെൽറ്റ എന്ന് പറയുന്ന വാല്യൂ, ഡി എന്ന് പറയുന്ന വാല്യൂ ഫിക്സ് ചെയ്യും. എന്നിട്ട് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, അപ്പോൾ ഇവിടെയാണ് സിഗ്നൽ തുടങ്ങുന്നതെങ്കിൽ അതിന് അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഇത് 0 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. 1 2 3 4 5 6 7 അങ്ങനെ ആയിരിക്കും വാല്യൂ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എവിടെ തുടങ്ങുന്നു എന്നുള്ളത്, ഇപ്പോൾ ഈ കേസിൽ 1 തുടങ്ങുന്നതുകൊണ്ട് 1 എന്നുള്ളത് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് ശേഷം അപ്പോൾ ആ ഒരു ഇൻ്റർവെല്ലിൽ ആ വാല്യൂ ആയിരിക്കും. ഇതിപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ, കണ്ടിന്യൂസ് വാല്യൂസിനെ, അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കണ്ടിന്യൂസ് വാല്യൂസ് വരും, അതിനെ നമ്മൾ അതിന് പകരം ഓരോ ലെവലിലേക്ക് മാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലെവൽ ചെയ്യാൻ വേണ്ടി ഇത് ആദ്യത്തെ ലെവല്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ സിഗ്നൽ അതിൻ്റെ മേളിലാണ്, അതുകൊണ്ട് ഒരു ഡെൽറ്റ മേളിലേക്ക് കയറ്റും, ഒരു സ്റ്റെപ്പ് പോലെ മേളിലോട്ട് കയറ്റും. വീണ്ടും ഇവിടെ എത്തുമ്പോഴും സിഗ്നൽ അതിൻ്റെ മേളിലാണ്, അതുകൊണ്ട് ഇത് വീണ്ടും കയറ്റും. ഇങ്ങനെ കയറ്റി ഇവിടെ വരും. ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എത്തിയിട്ട് സിഗ്നൽ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും സിഗ്നൽ താഴെ കൂടിയാണ് പോകുന്നത്, അതുകൊണ്ട് ഒന്ന് താഴോട്ട് താക്കും. വീണ്ടും സിഗ്നൽ താഴെയാണ്, അപ്പോൾ വീണ്ടും താഴോട്ട് താക്കും. അപ്പം നമുക്കിങ്ങനെ ഒരു സ്റ്റെപ്പ് രീതിയിലൊരു ഫംഗ്ഷനായിട്ട് കിട്ടും. ഈ അനലോഗ് സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റെപ്പ് രീതിയിൽ കിട്ടും. അപ്പോൾ എല്ലാ കേസിലും ഓരോ ഇൻ്റർവെല്ല് കഴിയുമ്പോഴും ഒന്നെങ്കിൽ വാല്യൂ മേളിലോട്ട് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യണം. അത് നിർബന്ധമാണ്. ഒന്നെങ്കിൽ കൂടണം അല്ലെങ്കിൽ കുറയണം. ഇപ്പോൾ ഈ കേസ് കണ്ടോ, ഇവിടെ വന്ന് കുറഞ്ഞു, ഇവിടെ തന്നെ ഇവിടെ എത്തിയപ്പോൾ സിഗ്നൽ കുറച്ച് മേളിൽ കൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇതിൽ നിന്ന് പിന്നെയും ഇവിടെ എത്തിയപ്പോൾ സിഗ്നൽ കണ്ടോ മേളിൽ കൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് മേളിലേക്ക് പോയി. ഇവിടെ എത്തിയപ്പോൾ സിഗ്നൽ താഴെ കൂടെയായിരുന്നു, അതുകൊണ്ട് താഴോട്ട് വന്നു. ഇവിടെ എത്തിയപ്പോൾ മേളിലോട്ട് പോയി. അപ്പോൾ ഓരോ ടൈം ഇൻ്റർവെല്ലിലും ഒരിക്കലും സിഗ്നൽ ചേഞ്ച് ചെയ്യാതിരിക്കത്തില്ല, എന്തായാലും ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ ചേഞ്ച് ചെയ്യുന്ന വാല്യൂ 1 കൂടുകയാണെങ്കിൽ 1 എന്നും കുറയുവാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ വന്നപ്പോൾ സിഗ്നൽ താഴോട്ടാണ് വന്നത്, അതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 വന്നു. ഇവിടെ എല്ലാം താഴോട്ട് വരുന്നിടത്തെല്ലാം 0 എന്ന് പറയുന്ന വാല്യൂ വന്നു. ഇതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആക്ച്വൽ സിഗ്നൽ ഇങ്ങനെയാണ് പോയിരുന്നത്, പക്ഷേ നമ്മൾ മോഡുലേറ്റ് ചെയ്ത സിഗ്നൽ ഇതാ ഇങ്ങനെയാണ് പോകുന്നത്. ഈ പർട്ടിക്കുലർ ചേഞ്ചിനനുസരിച്ച് വരുന്നുള്ളൂ. അതായത് സഡൻ ആയിട്ടൊരു ചേഞ്ച് വന്നാലും, ഒരു ടൈം പീരീഡിൽ സഡൻ ആയിട്ടൊരു ചേഞ്ച് വന്നാലും നമ്മൾ ഈ ഡെൽറ്റ എത്ര തീരുമാനിച്ചു, ഡെൽറ്റ എന്ന് പറയുന്നത് 0.5 വോൾട്ട് ആയിരിക്കും നമ്മൾ തീരുമാനിക്കുക. 0.5 വോൾട്ട് ഇവിടെ ഇപ്പോൾ സിഗ്നൽ പെട്ടെന്ന് ഒരു 2 വോൾട്ട് കൂടിയാലും നമുക്ക് 0.5 ആണ് നമ്മുടെ ഡെൽറ്റ എങ്കിൽ 0.5 ഒരു സിഗ്നലിൽ കൂട്ടാൻ പറ്റുള്ളൂ, അടുത്തത് വീണ്ടും 0.5 കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളത് മാത്രമായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഞാൻ വായിക്കാം. പിന്നെ സിമ്പിൾ അനലോഗ് ടു ഡിജിറ്റൽ ഇറ്റ് ഈസ് എ സിമ്പിൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ടെക്നിക്. ഇത് മറ്റേതിനെ കഴിഞ്ഞ് സിമ്പിൾ ടെക്നിക്കാണ്. PCM finds the value of signal amplitude for each sample. അപ്പോൾ പൾസ് കോഡ് മോഡുലേഷൻ എന്ന് പറയുന്നത് ഇതിന് മുമ്പ് പഠിച്ചാണ്. അതിൽ ഫൈൻസ് ദ വാല്യൂ ഓഫ് സിമ്പിൾ ആംപ്ലിറ്റ്യൂഡ് ഈച്ച് സാമ്പിൾ, ഓരോ സാമ്പിളും കട്ട് ചെയ്ത് ആ സാമ്പിളിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കും. പക്ഷേ ഡെൽറ്റ മോഡുലേഷനിൽ അങ്ങനെയല്ല. ഡെൽറ്റ മോഡുലേഷൻ ഫൈൻഡ് ദ ചേഞ്ചസ് ഫ്രം ദ പ്രീവിയസ് സാമ്പിൾ. പഴയ വാല്യൂവിനെ അപേക്ഷിച്ച് ഇപ്പോൾ വാല്യൂ കൂടിയോ കുറഞ്ഞോ എന്ന് മാത്രമേ ഡെൽറ്റ മോഡുലേഷനിൽ പറയത്തുള്ളൂ. ഇതിൽ മോഡുലേഷൻ ഉണ്ട്, അതായത് അനലോഗിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മോഡുലേഷൻ ഉണ്ട്. മോഡുലേഷൻ്റെ സമയത്ത് ചെയ്യുന്നത് മോഡുലേഷൻ ഈസ് യൂസ്ഡ് അറ്റ് ദ സെൻറ്ററിൻ്റെ സൈഡിലാണ് യൂസ് ചെയ്യുന്നത്. അനലോഗിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ടു ക്രിയേറ്റ് എ സ്ട്രീം ഓഫ് ബിറ്റ്സ് ഫ്രം അനലോഗ് സിഗ്നൽ. ഒരു സ്ട്രീം ഓഫ് ബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ദ പ്രോസസ് റെക്കോർഡ്സ് ദ സ്മോൾ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചേഞ്ച് കോൾഡ് ഡെൽറ്റ. ഒരു സ്മോൾ ചേഞ്ച് വരുമെന്ന് ഞാൻ പറഞ്ഞു. ഈ കേസ് ഞാൻ 0.5 വോൾട്ട് എന്നാണ് എക്സാമ്പിൾ പറഞ്ഞത്. ആ 0.5 വോൾട്ട് ചേഞ്ച് വരുന്നുണ്ടോ, മേളിലേക്കാണോ പുറകോട്ടാണോ വരേണ്ടതെന്ന് മാത്രമേ അത് പറയുന്നുള്ളൂ. എല്ലാ കേസിലും 0.5 ചേഞ്ച് വരും. If the delta is positive, the process records a 1. If it is negative, the process records 0. However, the process needs a base. ഈ കേസിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലം എത്തിയാൽ അവിടുന്ന് സിഗ്നലിൻ്റെ വാല്യൂ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടുന്ന് തുടങ്ങണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കണം. അതായത് ഈ കേസിൽ ഞാനിപ്പോൾ 0, ഇത് 0.5 ആണ്. അപ്പോൾ 0.5 തുടങ്ങാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഇൻ്റർവെൽ കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ ഒന്ന് കൂടും, വീണ്ടും കൂടും, വീണ്ടും കൂടും, വീണ്ടും കൂടും, അങ്ങനെ കൂടി പോകും, പിന്നെ കുറഞ്ഞു വരും.
അപ്പോൾ ഇത് എവിടുന്ന് തുടങ്ങണം, ഫസ്റ്റ് വാല്യൂ പറഞ്ഞു കൊടുക്കണം. ഫസ്റ്റ് വാല്യൂ പറഞ്ഞു, കാരണം ഓരോ ഇൻ്റർവെല്ലിലും സിഗ്നലിൻ്റെ വാല്യൂ കൂട്ടണോ കുറയ്ക്കണോ, ഈ പറയുന്ന 0.5 കൂട്ടണോ അല്ലെ 0.5 കുറയ്ക്കണോ എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എവിടുന്ന് തുടങ്ങണം എന്നുള്ളത് സെപ്പറേറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഹൗവർ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഹൗവർ ദ പ്രോസസ് നീഡ്സ് എ ബേസ് അഗെയിൻസ്റ്റ് വിച്ച് അനലോഗ് സിഗ്നൽ ഈസ് കമ്പയർഡ്. ഒരു ബേസ് വേണം, എവിടുന്ന് തുടങ്ങണം എന്ന് പറഞ്ഞു കൊടുക്കണം. ദ മോഡുലേറ്റർ ബിൽഡ്സ് എ സെക്കൻഡ് സിഗ്നൽ ദാറ്റ് റീഅസംബിൾസ് ദ സ്റ്റെയർ കേസ്. അപ്പോൾ ഈ കേസിൽ എപ്പോഴും ഒരു സ്റ്റെയർ കേസ് പോലെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ വാല്യൂ കൂടും അല്ലെങ്കിൽ കുറയും, ചേഞ്ച് ചെയ്യാതെ ഒരു ലെവലിൽ ഇരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റെപ്പ് പോലെ ആയിരിക്കും എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് നമുക്കറിയാം, സ്റ്റെപ്പിന് ഒരു സർട്ടൺ ഒരു സ്ലോപ്പിലേ അത് പോകത്തുള്ളൂ. അത് സിഗ്നൽ പെട്ടെന്ന് കൂടിയാലും അതിൻ്റെ സ്ലോപ്പ് പെട്ടെന്ന് കൂട്ടാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഇതിനുണ്ട്. ഡീമോഡുലേഷൻ സൈഡിൽ takes the digital data and uses the staircase maker and delay unit. അതായത് ഈ കേസിൽ അപ്പം ആദ്യത്തേത് നമുക്ക് ഈ സിഗ്നലാണ് കിട്ടുന്നത്. ഇതിനെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് പോലെയുള്ള ഫോർമാറ്റിലേക്ക് ആക്കി വീണ്ടും സ്റ്റെപ്പിൽ ഉള്ളതിനെ തിരിച്ച് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ തിരിച്ച് ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പിന് കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു സിഗ്നൽ വരച്ചാൽ ഇത് ഇങ്ങനെ പോകത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ സിഗ്നലിനോട് ഏതാണ്ട് അടുത്ത് നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ, ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൽ സ്റ്റെയർ കേസ് മേക്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റെയർ കേസ് പോലെ ആണ് നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടുക. ഔട്ട്പുട്ട് ആക്ച്വൽ സിഗ്നൽ ഇങ്ങനെയാണെങ്കിലും ഇതൊരു സ്റ്റെയർ കേസ് പോലെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെയർ കേസിൻ്റെ വിട്ട് കുറയ്ക്കാൻ പറ്റും. വിട്ട് കുറച്ചിരുന്നാൽ സിഗ്നൽ കുറച്ചുകൂടെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ സ്റ്റെയർ കേസ് മേക്കറും ഉണ്ടാവും, എന്നിട്ടൊരു ഡിലേ ഉണ്ടാവും. ഡിലേ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സർട്ടൺ ടൈം അത്രയും വോൾട്ടേജിൽ തന്നെ നിൽക്കണം. അതിനുശേഷം ഒന്നെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം, വീണ്ടും ഒരു സർട്ടൺ ടൈം നിൽക്കണം. അതുകൊണ്ടാണ് ഒരു ഡിലേ യൂണിറ്റും ഉണ്ടെന്ന് പറയുന്നത്. ക്രിയേറ്റ്സ് ദ അനലോഗ് സിഗ്നൽ. ദ ക്രിയേറ്റഡ് അനലോഗ് സിഗ്നൽ ഹൗവർ നീഡ്സ് ടു പാസ് ത്രൂ എ ലോ പാസ് ഫിൽട്ടർ ഫോർ സ്മൂത്ത്. അപ്പം ഈ കേസിൽ നമ്മൾ ഇങ്ങനെ സ്റ്റെയർ കേസ് സിഗ്നലാണ് ഇരിക്കുന്നത്. ഈ സ്റ്റെയർ കേസ് സിഗ്നലായിട്ടിരുന്ന സിഗ്നൽ കാണാനൊരു ഭംഗിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഇവനെ ഒരു ഗ്രൈൻഡർ പോലെ ഒരു സാധനത്തിനകത്തൂടെ കയറ്റി വിടും. അതിൻ്റെ പേരാണ് ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. അതായത് ഇവൻ്റെ ഹൈ വാല്യൂ ലോ വാല്യൂയും കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു നടുക്കൂടെ ഒരു സിംഗിൾ വേവ് ഇത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ സ്റ്റെയർ കേസ് പോലെയാണ്. സ്റ്റെയർ കേസിനെ ഒന്ന് സ്മൂത്തൻ ചെയ്യുക എന്നുള്ള മാത്രം ഉദ്ദേശമുള്ളൂ. അതിൻ്റെ ഇങ്ങനെ എഡ്ജസ് ഒക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്യും. അപ്പോൾ അതൊരു സ്ട്രെയിറ്റ് കണ്ടിന്യൂസ് ലൈൻ പോലെ നമുക്ക് കിട്ടും. ഇതാണ് ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്. ഡെൽറ്റ മോഡുലേഷൻ ഉണ്ട്, അതിൽ മോഡുലേറ്ററും ഡീമോഡുലേറ്ററും. ഇനിയുള്ളത് ഞാൻ പറഞ്ഞ ഒരു വാല്യൂ ചേഞ്ച്, അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കും കൂടെ ഉണ്ട്. അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സഡൻ ചേഞ്ചസ് വന്നാൽ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ പാടാന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൽറ്റയുടെ വാല്യൂ, അതായത് 0.5 വെച്ചാണ് എപ്പോഴും കൂടുന്നതെന്ന് പറഞ്ഞു. പക്ഷേ 0.5 കൂടാതെ വലിയ വാല്യൂസിലേക്ക് പോവുകയാണെങ്കിൽ 0.5ന് പകരം ഒരു 5 ഒക്കെ കൂട്ടാമെന്നുള്ള രീതിയിൽ, അതായത് ഡെൽറ്റയുടെ വാല്യൂ ഫിക്സ് ചെയ്ത് വെക്കത്തില്ല. അതിന് പകരം അത് ഒരു അത് 0 തൊട്ട് 100 വരെയാണ് വോൾട്ടേജ് എങ്കിൽ 0.5 വെച്ച് വേരി ചെയ്യും. പെട്ടെന്നൊരു 100 തൊട്ട് 200 വരെയുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ ഹയർ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് 5 വെച്ച് ചേഞ്ച് ചെയ്യാമെന്ന് തീരുമാനിക്കും, അല്ലെ 2 വെച്ച് ചേഞ്ച് ചെയ്യാൻ തീരുമാനിക്കും. അപ്പം കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട്. അപ്പോൾ എന്താണ്, പെട്ടെന്നൊരു ജമ്പ് വന്നാൽ നമ്മുടെ വോൾട്ടേജിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0.5ന് പകരം 2 ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പും പെട്ടെന്ന് പൊങ്ങി വരും. അപ്പോൾ ഏകദേശം സിഗ്നലിനോട് അടുത്ത് നമുക്ക് വരാൻ പറ്റും. In adaptive delta modulation, the value of delta changes according to amplitude of analog signal. അനലോഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ഡെൽറ്റയുടെ വാല്യൂ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതിനനുസരിച്ച് ഡെൽറ്റയുടെ വാല്യൂ കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഈ പറയുന്ന ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ചുകൂടെ കുറഞ്ഞു വരും. ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആക്ച്വൽ വാല്യൂവും നമ്മൾ ക്വാണ്ടൈസ് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് ഡെൽറ്റ മോഡുലേഷനിൽ കുറവാണെന്നാണ് പറയുന്നത് മറ്റേതിനെ അപേക്ഷിച്ച്. പക്ഷേ അത് സിനാരിയോയിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ എന്നിരുന്നാലും ടെക്സ്റ്റിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നതുകൊണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ പോലെ സിഗ്നൽ സഡൻ ചേഞ്ചസ് വരുന്നതാണെങ്കിൽ എപ്പോഴും ഡെൽറ്റ മോഡുലേഷനിൽ എറർ കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഒരു ഇപ്പം ഈവൻ സിഗ്നൽ 10 വോൾട്ടേജ്, അതായത് 10 എന്നുള്ള വോൾട്ടേജ് 20 ആയെങ്കിൽ പോലും നമ്മുടെ സിഗ്നൽ ഇപ്പം അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നലിൽ 10ലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് 10.5ലേക്ക് മാറ്റാനേ പറ്റത്തുള്ളൂ. അപ്പം ഹ്യൂജ് എറർ വരും. അപ്പോൾ അങ്ങനെ സഡൻ വേരിയേഷൻ വന്നാൽ നമുക്ക് അത് റിസീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഏതാണ്ട് മനസ്സിലായോ? കേൾക്കാവോ? ഞാൻ പറയാം. അടുത്തത് ട്രാൻസ്മിഷൻ മോഡാണ്. കാണാമല്ലോ അല്ലേ? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മെയിൻലി 2 രീതിയിൽ ട്രാൻസ്മിഷൻ നടക്കും. ഫിഗറിൽ കാണുന്ന പോലെ തന്നെ പാരലൽ ട്രാൻസ്മിഷനും സീരിയൽ ട്രാൻസ്മിഷനും നടക്കും. നിങ്ങൾ ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ സിസ്റ്റം ഹാർഡ്വെയർ പഠിച്ചപ്പോൾ പഠിച്ചു കാണുമായിരിക്കും. ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്ന സാറ്റയും പിന്നെ എന്താ ഉള്ള വേറൊന്നും കൂടെ ഉണ്ടല്ലോ, പാറ്റ.
പാറ്റ. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒന്ന് പാരലലായിട്ടാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്, മറ്റേത് സീരിയലായിട്ടാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതിൽ പാരലലായിട്ട് നടക്കുമ്പോൾ നിങ്ങൾ കേബിൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, പഴയ കേബിൾ വീതിയുള്ള കേബിളാണ് അല്ലേ? പാരലൽ ട്രാൻസ്മിഷൻ കാണാമോ? എൻ്റെ വീഡിയോ കാണാമോ? ഇതാണ് പാരലൽ ട്രാൻസ്മിഷൻ നടക്കുന്ന സിഗ്നലിൻ്റെ കേബിൾ, കാണാമോ എന്നെ? അതേസമയം സാറ്റ സീരിയലായിട്ട് ട്രാൻസ്ഫർ നടക്കുന്ന കേബിള് ഇതാണ്, സീരിയലായിട്ടാണ് ട്രാൻസ്ഫർ നടക്കുന്നത്, അതിന് വീതി കുറവായിരിക്കും. ഇതാണ് പാരലൽ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇത് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഹാർഡ് ഡിസ്കിൻ്റെ കേബിളാണ്. നമ്മുടെ കേസിൽ കേബിൾ ഇങ്ങനെയല്ല, ഓരോന്നിലും വ്യത്യാസം വരും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പാരലൽ സീരിയലായിട്ട് നടക്കുന്നത്. പാരലൽ എന്ന് പറഞ്ഞാൽ കുറേ ബിറ്റുകൾ അറ്റ് എ ടൈം ഒന്നിച്ച് പാരലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓരോ ബിറ്റിനും പോകാൻ സെപ്പറേറ്റ് ലൈൻ വേണമായിരിക്കും, അത് വേണം. അതുകൊണ്ടാണ് ഇതിന് വീതി കൂടുതൽ വരുന്നത്. ഇതിനകത്ത് ഓരോ ലൈൻ ഇങ്ങനെ ഉണ്ടാവും, ഓരോ ലൈനിൽ കൂടെ ഓരോ ബിറ്റ് പാരലായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ 8, 10 അല്ലെങ്കിൽ 20, 32 ബിറ്റും ഒക്കെ ഒന്നിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ സീരിയലിൽ അങ്ങനെയല്ല, അറ്റ് എ ടൈം ഒരു ബിറ്റേ ട്രാൻസ്ഫർ ചെയ്തുള്ളൂ. ഒരു ബിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ പുറകെ അടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത്, അപ്പോൾ ഒത്തിരി ഒത്തിരി വേണ്ട. The transmission of a binary data across a link can be accomplished in either parallel or serial mode. In parallel mode, multiple bits are sent with each clock tick. In serial mode, one bit is sent at a time. അപ്പോൾ പാരലലിൽ ഒരു ബൾക്ക് ഓഫ് ഡാറ്റ ഒന്നിച്ചങ്ങോട്ട് അയക്കും. ഇപ്പം 32 കേബിൾ ഉണ്ടെങ്കിൽ 32 കേബിളിൽ കൂടെ ഓരോ ബിറ്റ് വീതം അയക്കും. അപ്പം 32 ബിറ്റ് ഒന്നിച്ച് അവിടെ കിട്ടും. പക്ഷേ സീരിയൽ മോഡിൽ അങ്ങനെയല്ല, ഓരോ ക്ലോക്ക് സൈക്കിളിലും ഓരോന്ന് വീതം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. പാരലൽ സീരിയൽ രണ്ട് രീതിയിലുണ്ട്. സീരിയലാണ് കുറച്ചും കൂടെ പണ്ട് കാലത്ത് പാരലൽ. ഇപ്പം നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ എക്സാമ്പിൾ തന്നെ നിങ്ങൾ എടുത്താലും നിങ്ങൾക്കറിയാം, പഴയ ഹാർഡ് ഡിസ്കുകൾ പാരലൽ പാറ്റ എന്ന് പറയുന്നതായിരുന്നു ടെക്നോളജി. പാരലലി ഒന്നിച്ച് പലത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് സീരിയലാണ്. അതെന്തുകൊണ്ടാണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഹാർഡ്വെയർ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്താ പറയുന്നത്, പാരലാകുമ്പോൾ നമുക്ക് കേബിളിൻ്റെ വിട്ട് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഹാർഡ് ഡിസ്കിനകത്ത് കമ്പ്യൂട്ടറിൻ്റെ മദർ ബോഡിയിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ അല്ലെ പ്രോസസ്സറിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്ഫർ അല്ല ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കായിരിക്കും ഡാറ്റ പോകുന്നത്. അപ്പം അത്രയും ദൂരത്ത് നമ്മൾ പാരലായിട്ട് ഇതുപോലെ 32 കേബിൾ ഒന്നിച്ചിടണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആവും. അതുകൊണ്ട് പാരലൽ കമ്മ്യൂണിക്കേഷൻ സാധാരണ ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യാറില്ല, സീരിയലാണ് യൂസ് ചെയ്യുന്നത്. സീരിയലിനകത്ത് അസിങ്ക്രോണസ്, സിങ്ക്രോണസ് ആൻഡ് ഐസോസിങ്ക്രോണസ് എന്ന് പറയുന്ന 3 മോഡുകൾ വരും. അതിൻ്റെ ഡീറ്റെയിൽസേക്ക് നമുക്ക് പഠിക്കാം. അപ്പോൾ പാരലൽ ട്രാൻസ്മിഷനാണ് ആദ്യം പറയുന്നത്. ബൈനറി ഡാറ്റ കൺസിസ്റ്റ്, ഇതെല്ലാം ഡിജിറ്റൽ ട്രാൻസ്മിഷനാണ് പറയുന്നത് കേട്ടോ. ഡിജിറ്റൽ ട്രാൻസ്മിഷൻ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്നിരുന്നാലും ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണെന്ന്, ഡിജിറ്റൽ ആയിരുന്നെങ്കിൽ എങ്ങനെ നടക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ എഫിഷ്യൻ്റ് അല്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും അനലോഗ് ട്രാൻസ്മിഷനാണ് സാധാരണ ലോങ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബൈനറി ഡാറ്റ കൺസിസ്റ്റിംഗ് ഓഫ് വൺസ് ആൻഡ് സീറോസ് മേ ബി ഓർഗനൈസ്ഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓഫ് n ബിറ്റ്സ്. n ബിറ്റുകൾ ഉണ്ടാവും. ഈ കേസിൽ n എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 ബിറ്റ് ഒന്നിച്ച് ചെയ്യും. ബൈ ഗ്രൂപ്പിംഗ് വി ക്യാൻ സെൻഡ് ഡാറ്റ n ബിറ്റ്സ് അറ്റ് എ ടൈം ഇൻസ്റ്റെഡ് ഓഫ് 1. ഓരോന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പോലെ n ബിറ്റ് ഒന്നിച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ n ബിറ്റ് 8 ബിറ്റ് ഡാറ്റ വരും. ആ 8 ബിറ്റ് ഡാറ്റാനെ ഒറ്റയടിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് വേ ഈച്ച് ബിറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വയർ ആൻഡ് ഓൾ ദ n ബിറ്റ്സ് ഓഫ് എ ഗ്രൂപ്പ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് വിത്ത് ഈച്ച്. അപ്പോൾ ഒരു ക്ലോക്ക് സൈക്കിൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ, ഒരു ക്ലോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയമാണ്, ഒരു ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയമാണ്. പക്ഷേ ഈ 10 എണ്ണം ഒന്നിച്ച് അല്ലെങ്കിൽ 8 എണ്ണം ഒന്നിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് ഒരു ക്ലോക്ക് സൈക്കിൾ അല്ലെങ്കിൽ ഒരു ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയം സാധാരണഗതിയിൽ ക്ലോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ഒരു ബിറ്റ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കാൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ നടത്താൻ എന്ന് പറഞ്ഞാൽ ഒരു അഡീഷൻ അല്ലെങ്കിൽ ഒരു സബ്ട്രാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സർ എടുക്കുന്ന സമയമാണ് ഒരു ക്ലോക്ക് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്ലോക്ക് ടിക്കിൽ ഒരു ഡാറ്റ ആയിരുന്നു ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ 10 എണ്ണത്തിൽ അല്ലെങ്കിൽ 8 എണ്ണത്തിൽ ഒന്നിച്ച് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഒരു ക്ലോക്ക് സൈക്കിളിനുള്ളിൽ 8 ബിറ്റും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതിൽ പാരലലിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പാരലൽ ട്രാൻസ്മിഷൻ ക്യാൻ ഇൻക്രീസ് ട്രാൻസ്ഫർ സ്പീഡ് ബൈ എ ഫാക്ടർ ഓഫ് n അല്ലേ. n ബിറ്റ് 10 ബിറ്റ് ഒന്നിച്ച് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ സീരിയലിൽ നടക്കുന്നതിൻ്റെ 10 മടങ്ങ് സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ദെയർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ കോസ്റ്റാണ്. അതിൻ്റെ ഹാർഡ്വെയർ ആ ഡിവൈസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കോസ്റ്റ് കൂടുതലാവും. പാരലൽ ട്രാൻസ്മിഷൻ റിക്വയർസ് n കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഉണ്ടാവും. ഈ കേസിൽ 8 കമ്മ്യൂണിക്കേഷൻ ലൈൻ ഉണ്ടാവും just to transmit the data stream. Because this is expensive, parallel transmission is usually limited to short distances. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്കറിയാം, നമുക്ക് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ട് ഇതുപോലെ 10-32 കേബിളുള്ള ലൈൻ വരിക്കണമെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആവും. അതുകൊണ്ട് സാധാരണഗതിയിൽ അത് യൂസ് ചെയ്യാറില്ല.
സീരിയൽ ട്രാൻസ്മിഷനിലേക്ക് വരാം. സീരിയൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. അസിൻക്രോണസും സിൻക്രോണസും ഐസോസിൻക്രോണസും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 2 എണ്ണത്തിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇപ്പം സീരിയൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻ സീരിയൽ ട്രാൻസ്മിഷൻ 1 ബിറ്റ് ഫോളോസ് അനദർ. ഒരു ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യും, അതിൻ്റെ പുറകെ അടുത്ത് ട്രാൻസ്ഫർ ചെയ്യും, അടുത്ത ക്ലോക്ക് സൈക്കിളിൽ അത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി തോന്നുമായിരിക്കും ഈ ഹാർഡ് ഡിസ്കിലൊക്കെ എന്തുകൊണ്ടാണ് ഈ ഹാർഡ് ഡിസ്കൊക്കെ ഷോർട്ട് ഡിസ്റ്റൻസ് അല്ലേ, അപ്പോൾ പാരലൽ ട്രാൻസ്മിഷൻ മതിയായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് സീരിയൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടന്നതെന്നിരിക്കും. അതായത് ഈ ക്ലോക്ക് സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് ഒരു ഡാറ്റ റിസീവ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം അത് പണ്ട് കാലത്ത് കൂടുതലായിരുന്നു. പണ്ട് കാലത്ത് കൂടുതൽ സമയം ഒരേ ബിറ്റ് ട്രാൻസ്ഫർ ചെയ്താലേ അവന് റിസീവ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ പുതിയ ടെക്നോളജിയൊക്കെ വന്നപ്പോഴത്തേക്കും ഇലക്ട്രോണിക് സർക്യൂട്ടൊക്കെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ബിറ്റ് വളരെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ട്രാൻസ്ഫർ ചെയ്താൽ മതി, അവൻ ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയം കുറഞ്ഞു. അപ്പോൾ ആ കുറച്ച് സമയം മതി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ 8 ബിറ്റ് ഒന്നിച്ച് വിട്ടുകൊണ്ടിരുന്ന സമയത്ത് ആ 8 ബിറ്റ് ഒന്നിച്ച് ബിറ്റ് അത് റിസീവ് ചെയ്യാനുള്ള സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വേണേൽ 10ഉം 12ഉം ബിറ്റ് സീരിയലായിട്ട് പുറകെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ടെക്നോളജി ഇപ്പോൾ വന്നു. അതുകൊണ്ടാണ് ഇത് എൻ്റെ ടോപ്പിക്കിൽ വരുന്നതല്ല, എന്നാലും റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കമ്പ്യൂട്ടർ സിസ്റ്റം ഹാർഡ്വെയറിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഇമ്പ്രൂവ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഫലമായിട്ട് ഒരു ഡാറ്റ കുറച്ച് സമയം ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ ഒരു ബിറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് 10ഉം 12ഉം ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടി. അപ്പോഴത്തേക്കും സ്പീഡിൽ ട്രാൻസ്ഫർ ചെയ്യും, അതായത് പാരലിനെ കഴിഞ്ഞ് ഓരോന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളെങ്കിൽ പോലും അതിലും സ്പീഡിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് സീരിയൽ വെച്ച് സാധിക്കും. അതുകൊണ്ടാണ് പഴയതിൽ പാറ്റയും പുതിയതിൽ സീരിയലും ഉപയോഗിക്കുന്നത്. സിൻസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ഒരു സെക്കൻഡ്, അപ്പോൾ അതുകൊണ്ട് പാരലായിട്ട് നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സിൻസ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ എ ഡിവൈസ് ഈസ് പാരലൽ, കൺവേർഷൻ ഡിവൈസസ് ആർ റിക്വയർഡ് ടു ഇൻ്റർഫേസ്. അപ്പം നമുക്കറിയാം, നമുക്ക് കമ്പ്യൂട്ടർ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന ഒരിക്കലും ഒരു ബിറ്റ് വീതം എടുത്ത് പ്രോസസ്സ് ചെയ്യത്തില്ല. അവനൊരു 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റൊക്കെ ഒന്നിച്ചായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ സീരിയലായിട്ടാണ് ഡാറ്റ വരുന്നതെങ്കിൽ അതിനെ പാരലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. അത് ഇൻറ്റേർണലി ആവശ്യം വരും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ട്രാൻസ്മിഷൻ കോസ്റ്റ് കുറവായതുകൊണ്ട് നമ്മൾ സീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അസിൻക്രോണസ് ട്രാൻസ്മിഷനും ഉണ്ട്, സിൻക്രോണസ് ട്രാൻസ്മിഷനും ഉണ്ട്. ഇതിൽ അസിൻക്രോണസ് മാത്രമെന്ന് പറഞ്ഞിട്ട് നിർത്താം. അപ്പോൾ അസിൻക്രോണസ് എന്ന് പറഞ്ഞാൽ ദിസ് നെയിം അസിൻക്രോണസ്, പേര് കേട്ടാൽ തന്നെ അറിയാം, സിൻക്രോണസ് അല്ലേ. സിൻക്രോണസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം, അതായത് ഒരാളുമായിട്ട് സിൻക്രോണസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ ടൈമിംഗ് കീപ്പ് ചെയ്യുന്നുണ്ട്, രണ്ടുപേരുടെയും കമ്മ്യൂണിക്കേഷൻ തമ്മിൽ ഒരേ ടൈമിംഗ് പാലിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ആ സിൻക്രോണസ് എന്ന് പറഞ്ഞാൽ അതാണ്, ടൈമിംഗ് ഒന്നും പാലിക്കത്തില്ല, ഓരോരുത്തരും സൗകര്യമുള്ളപ്പോൾ അവൻ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇവൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മറ്റവൻ രണ്ടുപേരും ഒരേ ടൈമിംഗ് ആണെങ്കിൽ ഇവൻ അറിയാം, ഓക്കെ 10 മണിക്ക് ഇവൻ ഡാറ്റ അയക്കും, 10 മണിക്ക് ഞാൻ റെഡിയായി നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് സിൻക്രോണസ് ട്രാൻസ്മിഷനാണ്. പക്ഷേ ഈ കേസിൽ എന്താണ്, ഈ കേസിൽ ഇവൻ അറിയത്തില്ല ഇവൻ എപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ചിലപ്പം ഇവൻ 10 മണിയാകുമ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ നടത്താൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവൻ അവിടെ എണീറ്റ് റെഡിയായി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആദ്യത്തെ ഡാറ്റയൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അസിൻക്രോണസ് ട്രാൻസ്മിഷനിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആദ്യം ഒരു ടെസ്റ്റ് ബിറ്റ് അങ്ങോട്ട് വിടും. അതായത് ഡാറ്റ സിഗ്നലിൽ കൂടെ ആദ്യം അങ്ങോട്ട്, ഇപ്പോൾ ഒരു 0 ആണ്, ഇപ്പം സാധാരണ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കാത്ത സമയത്ത് 0 വോൾട്ടേജ് ആണെങ്കിൽ ഒരു +1 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു +5 വോൾട്ടേജ് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ +5 വോൾട്ടേജ് അവിടെ കിട്ടുമ്പോൾ അവൻ എന്ത് മനസ്സിലാവും, ഓക്കെ ഡാറ്റ വരാൻ പോവാണ്, പുറകെ ഡാറ്റ വരുന്നുണ്ട് എന്ന്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പം കേന്ദ്രമന്ത്രിമാരൊക്കെ വരുമ്പോഴത്തേക്കും ആദ്യം ഒരു ഫ്രണ്ടിലൊരു പൈലറ്റ് വാഹനം അങ്ങോട്ട് പോകില്ലേ. പൈലറ്റ് വാഹനം എന്ന് പറയുന്നത് എന്താ, റൂട്ട് ക്ലിയർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ വഴിയിലുള്ള ആൾക്കാരെ എല്ലാം അറിയിക്കുകയാണ്, ഇതിന് പുറകെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്നയാൾ വരുന്നുണ്ട്, എല്ലാവരും റൂട്ട് ക്ലിയർ ആയി നിന്നു എന്ന് പറഞ്ഞറിയിക്കില്ലേ. എന്ന് പറഞ്ഞ പോലെ ആദ്യം ഒരു ടെസ്റ്റ് ബിറ്റ് അങ്ങോട്ട് വിടും. ടെസ്റ്റ് ബിറ്റ് അങ്ങോട്ട് വിട്ടതിന് ശേഷം പുറകെ ഡാറ്റ വിടും. അപ്പോൾ ടെസ്റ്റ് ബിറ്റ് വിടുമ്പോൾ റിസീവർ എന്ത് മനസ്സിലാക്കും, ഓക്കെ ഇത് പുറകെ വരുന്നുണ്ട്, ഡാറ്റ റെഡി ആയിക്കോ, മേടിക്കാൻ റെഡി ആയിക്കോ എന്ന് മനസ്സിലാവും. അങ്ങനെയാണ് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. To alert receiver to the arrival of new group, an extra bit is added to the beginning of each byte. ഓരോ ബൈറ്റിൻ്റെ ആദ്യം ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യും. ദ ബിറ്റ് ഈസ് യൂഷ്വലി 0 ഈസ് കോൾഡ് സ്റ്റാർട്ട് ബിറ്റ്. അതിന് സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറയും. ഞാൻ പറഞ്ഞാൽ പൈലറ്റ് പോലെ അയക്കുന്നതിന്. ടു ലെറ്റ് ദ റിസീവർ നോ ദാറ്റ് ദ ബൈറ്റ് ഈസ് ഫിനിഷ്ഡ് 1 or more അഡീഷണൽ ബിറ്റ്സ് ആർ അപ്പ്. അതുപോലെ ഒരു ബൈറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ 1ൻ്റെ 0യുടെ ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ ഒരു ബിറ്റ് അയക്കും. അപ്പോൾ അത് വന്നാൽ അവന് മനസ്സിലാവും, ഒരു ബിറ്റല്ല 2-3 ബിറ്റ് ഒന്നിച്ചയക്കും, പാറ്റേണാണ്. ആ പാറ്റേൺ വന്നാൽ ഡാറ്റ എൻഡ് ചെയ്തു എന്നുള്ളത് അവന് മനസ്സിലാവും. ദീസ് ബിറ്റ്സ് ആർ യൂഷ്വലി വൺസ് ആർ കോൾഡ് സ്റ്റോപ്പ് ബിറ്റ്സ്. അപ്പോൾ 1 കണ്ടിന്യൂസ് ആയിട്ട് അയക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അത് എൻ ബിറ്റാണ്. ട്രാൻസ്മിഷൻ ഓഫ് ഈച്ച് ബൈറ്റ് മേ ബി ഫോളോഡ് ബൈ എ ഗ്യാപ്പ് ഓഫ് വേരിയിങ് ഡ്യൂറേഷൻ. അപ്പോൾ ഒരു ബൈറ്റ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എപ്പോഴാണ് അയക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത് അയക്കുന്നതിന് മുമ്പ് ഈ പരിപാടി തന്നെ വീണ്ടും ചെയ്യും. ഒരു പൈലറ്റ് ബിറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ബിറ്റ് ആദ്യം അയക്കും.
ഹിയർ അസിങ്ക്രോണസ് അറ്റ് ദ ബൈറ്റ് ലെവൽ. ഒരു ബൈറ്റ് വന്നാൽ അടുത്ത ബൈറ്റ് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് അസിങ്ക്രോണസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ബൈറ്റിനകത്ത് വെച്ച് നോക്കുവാണെങ്കിൽ അത് സിങ്ക്രോണസ് ആണ്. കാരണം ഒരു ബിറ്റ് വന്നാൽ അത് കഴിഞ്ഞ് ഇത്ര സമയം കഴിയുമ്പോൾ അടുത്ത ബിറ്റ് വരും, അടുത്ത ബിറ്റ് വരും, അങ്ങനെ 8 ബിറ്റ് വരും. പക്ഷേ ഈ 8 ബിറ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത എപ്പോൾ വരുമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ബൈറ്റ് ലെവലിലാണ് അസിങ്ക്രോണസ്. ബിറ്റ് ലെവലിൽ സിങ്ക്രോണസ് ആണ്. ദെയർ ഡ്യൂറേഷൻസ് ആർ സെയിം. അതായത് ഒരു ബിറ്റ് കഴിഞ്ഞാൽ ഒരു ബിറ്റ് 1 സെക്കൻഡാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അടുത്ത ബിറ്റ് അടുത്ത സെക്കൻഡിൽ വന്നിരിക്കും. ഇറ്റ് ഈസ് സ്ലോ ബട്ട് ഇറ്റ് ഈസ് ചീപ്പർ ആൻഡ് ഇഫക്റ്റീവ്. സ്ലോ ആണ് ബട്ട് ചീപ്പർ ആൻഡ് ഇഫക്റ്റീവ് ആണ്. ഇത് ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് കീബോർഡിൽ നിന്ന് CPU യിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അസിങ്ക്രോണസ് ട്രാൻസ്മിഷൻ. നമ്മൾ ഒരു കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കീബോർഡിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. അത് അസിങ്ക്രോണസ് ഈ പറഞ്ഞ മെത്തേഡിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എങ്കിൽ ചോദിക്കാം.